യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം എന്തെന്നാൽ, മിസ്രയീമിൻ്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണിവരുന്ന എക്രോൻ്റെ എതിർവരെയുള്ള ഫെലിസ്ത്യ ദേശങ്ങളൊക്കെയും, ഗശൂര്യരും ഗസാത്യർ, അസ്തോദ്യർ, അസ്കലോന്യർ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും, തെക്കുള്ള അവ്യരും അഹേക്കൊരയും അമോര്യരുടെ അതിർവരെയുമുള്ള കനാന്യരുടെ ദേശമൊക്കെയും, സീദോന്യർക്കുള്ള മെയാരയും ഗിബ്യരുടെ ദേശവും, കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ബാൽ ഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബനോനൊക്കെയും, ലെബനോൻ മുതൽ മിസ്രഫോത്ത് മയീം വരെയുമുള്ള പർവ്വതവാസികളൊക്കെയും, എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നീ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്കുക. അവരോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശ അവർക്ക് യോർദാൻ അക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം യഹോവയുടെ ദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർന്നോർ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മെദബാസ മരുഭൂമി മുഴുവനും, അമ്മോന്യരുടെ അതിർവരെയുള്ള ഹെശ്ബോനിൽ വാണിരുന്ന അമ്മോന്യ രാജാവായ സീഹോന്റെ പർവ്വത പട്ടണങ്ങളും, ഗിലെയാദും യശൂര്യരുടെയും മാഖാത്യരുടെയും ദേശവും, ഹെർമോൻ പർവ്വതം ഒക്കെയും, സൽക്ക വരെയുള്ള ബാശാൻ മുഴുവനും, അസ്താരോത്തിലും എദ്രയിലും വാണവനും മല്ലന്മാരിൽ ശേഷിച്ചവനുമായ ബാശാനിലെ ഓഗിൻ്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗശൂര്യരെയും മഖാത്യരെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേല്യരുടെ ഇടയിൽ പാർത്തുവരുന്നു. ലേവി ഗോത്രത്തിന് അവർ ഒരവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. എന്നാൽ മോശ രൂബേൻ ഗോത്രത്തിന് കുടുംബമായി അവകാശം കൊടുത്തു. അവരുടെ ദേശം അർന്നോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മെദബയോട് ചേർന്ന് സമഭൂമി മുഴുവനും, ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിലെ എല്ലാ പട്ടണങ്ങളും, ദിബോനും ബാമോത്ത് ബാലും ബേത് ബാൽ മേയോനും യഹ്സയും കെദേമോത്തും മെഫാത്തും കിറിയത്തയീമും സിബ്മയും, സമഭൂമിയിലെ മലയിലുള്ള സെരേത് ശഹരും ബേത് പെയോരും പിസ്ഗ ചരിവുകളും, ബേത് യെശിമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും, ഹെശ്ബോനിൽ വാണിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യം ഒക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായ ദേശത്ത് പാർത്തിരുന്ന ഏവി, രക്കേം, സൂർ, ഹൂർ, രേവ എന്നീ മിതാന്റെ പ്രഭുക്കന്മാരെയും മോശ സംഹരിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. രൂബേന്യരുടെ അതിർ യോർദാൻ ആയിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങളുൾപ്പെടെ രൂബേന്യർക്ക് കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശ ഗാദ് ഗോത്രത്തിന് കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യാസേരും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും, രബയുടെ നേരെയുള്ള അരോവേർ വരെ അമോര്യരുടെ പാതിദേശവും,
ഹെഷ്ബോൻ മുതൽ രാമത്ത് മിസ്പയും ബെതോനിമും വരെയും മഹനയീം മുതൽ ലെബേരിൻ്റെ അതിർവരെയും താഴ്വരയിൽ ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ശേഷിപ്പുള്ള ബേത് ഹാരാം, ബേത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ. യോർദാൻ അക്കരെ കിഴക്ക് കിന്നോരോത്ത് തടാകത്തിൻ്റെ അറുതി വരെ യോർദാൻ അതിന് എതിരായിരുന്നു. ഈ പട്ടണക്കാർ അവരുടെ ഗ്രാമങ്ങളുൾപ്പെടെ കുടുംബം കുടുംബമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബം കുടുംബമായി മനശ്ശെയ്ക്ക് പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനയീം മുതൽ ബാശാൻ മുഴുവനും, ബാശാൻ രാജാവായ ഓഗിൻ്റെ രാജ്യമൊക്കെയും, ബാശാനിൽ യായീരിൻ്റെ ഊരുകളെല്ലാം കൂടി 60 പട്ടണങ്ങളും, പാതിഗിലെയാദും ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്തരോത്ത്, എദ്രെയി എന്നിവയും തന്നെ. ഇവ മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മക്കൾക്ക്, മാഖീരിൻ്റെ മക്കളിൽ പാതി പേർക്ക് തന്നെ കുടുംബം കുടുംബമായി കിട്ടി. ഇത് മോശ യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാകുന്നു. ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന് ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. ഇങ്ങനെ യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം